എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലെ ഒരു കുറുക്ക് കാളനാണ് കേട്ടോ. അപ്പോൾ ഞാനിതിനെടുത്തിട്ടുള്ളത് ഏത്തയ്ക്ക മാത്രമാണ്. ചേനയും ഏത്തയ്ക്കങ്ങനെയാണ് സാധാരണ കുറുക്ക് കാളൻ ചെയ്യാറുള്ളത്. ഞാൻ ഇങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഏത്തയ്ക്ക മാത്രം വെച്ചിട്ട് ഒരു സൂപ്പർ ടേസ്റ്റിൽ നമുക്കൊരു കുറുക്ക് കാളൻ ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അരപ്പിന് വേണ്ടിയിട്ട് ഇതാ ഒരു കപ്പ് തേങ്ങ, ഒരു 1.5 കപ്പ് ഉണ്ട് കേട്ടോ തേങ്ങ, അല്പം മഞ്ഞൾപ്പൊടി, ഒരു 2-3 ഇതൾ കറിവേപ്പില, കാന്താരി മുളക്, ഒരു 3/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇത്രയും കൂടെ നല്ല മഷി പോലെ ഒരല്പം തൈര് കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഏത്തയ്ക്ക ഒരല്പം വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഏത്തയ്ക്ക നന്നായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലതുപോലെ കഴുകിയതാ ഇത്ര വലുപ്പത്തിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ലതുപോലെ കഴുകി അതിൻ്റെ കറയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പ കറിവേപ്പില ഇതുപോലെ ഇതാ മുറിച്ച് ചേർത്തിട്ടുണ്ട്. ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലിപ്പ് ഇതിൽ വന്നിട്ടില്ല കേട്ടോ. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു 2 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പാനിൽ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിലും വേവിച്ചെടുക്കാം കേട്ടോ. ഏത്തയ്ക്ക ആകുമ്പോഴത്തേക്ക് കുറച്ച് വേവുണ്ടല്ലോ ഇതിന്, അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വെച്ചത്. അപ്പോൾ കുക്കർ തുറന്ന് നോക്കി പാകത്തിന് ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഏത്തയ്ക്ക നല്ല വിളഞ്ഞ ഏത്തയ്ക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നമുക്ക് ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. നല്ലതുപോലെ വറ്റിക്കണം കേട്ടോ. അപ്പം ഞാനിത് ഒരുപാടായിട്ട് ഈ വെള്ളം വറ്റിച്ചെടുക്കുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കട്ടിയാക്കുന്നില്ല കേട്ടോ. കട്ടിക്കാളൻ തന്നെയാണ് പറയുന്നത്. എങ്കിലും ഇവിടെ അത്ര കട്ടിക്കാളനോട് അത്ര ഒരു താല്പര്യമില്ല കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഓണത്തിനൊക്കെയാണ് സാധാരണ നമ്മളിത് വിളമ്പാറുള്ളത്. പക്ഷേ ഇവിടെ നിന്നിപ്പോൾ ഞാൻ ചോറിനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കട്ടിയാക്കുന്നില്ല. ഇരുന്നിട്ട് പിന്നെ വീണ്ടും കട്ടിയാകുമല്ലോ, നമ്മൾ തൈരൊക്കെ ചേർത്തിട്ട് തണുത്ത് കഴിയുമ്പം കട്ടിയാകുമല്ലോ. അപ്പോൾ നന്നായിട്ട് അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ കുക്കർ. നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ട് ജീരകത്തിൻ്റെയൊക്കെ ടേസ്റ്റൊക്കെ നന്നായിട്ട് നമ്മുടെ ഏത്തക്കായിലേക്ക് പിടിക്കട്ടെ. പിന്നെ ഒന്ന് കുറുകിയും കൂടെ വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 2 നുള്ള് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഉലുവാപ്പൊടി എന്തായാലും മിസ്സാക്കരുത് കേട്ടോ. ഉലുവാപ്പൊടി നമ്മൾ സ്കിപ്പ് ചെയ്ത് തന്നെ ചേർത്ത് കൊടുക്കണം. പിന്നെ അതാ ഒരല്പം കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കറിവേപ്പിലൊക്കെ ഇങ്ങനെ ചേർക്കുമ്പോഴാണ് നമ്മുടെ കാളന് അടിപൊളി ടേസ്റ്റും മണവും ഒക്കെ വരുന്നത്. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഓണസദ്യയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വിഭവമാണല്ലേ കാളൻ, കട്ടിക്കാളൻ. നമ്മൾ കട്ടിക്കാളനെന്നും കുറുക്ക് കാളനെന്നും ഒക്കെ പറയും കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല, നമുക്ക് ഇലയിലൊക്കെ വിളമ്പുന്ന സമയത്ത് ഒരല്പം കൂടി ഒന്ന് കുറുകണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ തൈര് ചേർക്കുമ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ലൂസാവും. തൈര് ചേർത്ത് കഴിയുമ്പോൾ അത് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ അത് ഒരു 1.5 കപ്പ് തൈരുണ്ട് കേട്ടോ. ഞാനൊന്ന് ഉടച്ച് ചേർത്തെടുത്തിട്ടുണ്ട്. ഒരു ഫോർക്ക് കൊണ്ട് ഒന്ന് ഉടച്ചിട്ട് എടുത്താണ് കേട്ടോ. അതങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം തൈര് കൂടെ ഞാൻ അതിൽ ചേർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഉടച്ചെടുത്ത് തികഞ്ഞിട്ടുണ്ടായില്ല, കുറച്ചുണ്ടായിരുന്നുള്ളൂ. കുറച്ചും കൂടെ ഞാൻ എടുത്തിട്ട് ഉടച്ചതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടിത് ഇളക്കി നല്ലതുപോലെ മിക്സ് ചെയ്യുക. അടിക്ക് പിടിക്കാതെ ഇളക്കണം. ഈ ഏത്തയ്ക്ക അടിക്ക് പിടിക്കാൻ എളുപ്പമാണ്. അപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ടോ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അപ്പം നമ്മുടെ കാളൻ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തടുക്കാപ്പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ട് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരല്പം കടുക് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തു. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഇനി നമ്മൾ ചേർക്കുന്നത് വറ്റൽമുളകും കറിവേപ്പിലയാണ്. നല്ലതുപോലെ എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്, എങ്കിലും നല്ല ചൂടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കാളനിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ല കട്ടിയാകും. ഇന്നത്തെ വീഡിയോ പൂർണ്ണമായിരിക്കുകയാണ്. താങ്ക് യു.